Praise the Lord. Hallelujah. 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 Glory to God. Praise to Jesus. Thank you, Lord. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Glory to God. Glory to God. Glory to God. Praise the Lord. Praise the Lord. കർത്താവേ അങ്ങേക്ക് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ. ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ FB പേജിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തക്കൊണ്ണം വീണ്ടും കർത്താവ് അടിയനു നല്ലൊരു സന്ദർഭത്തെ ഒരുക്കി തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് പ്രിയരെ, ഇങ്ങനെ ഒരു നല്ല സന്ദർഭം കൂടി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ദൈവത്തെ നമുക്ക് സന്തോഷത്തോടു കൂടി മഹത്വപ്പെടുത്താം, സ്തുതിക്കാം പ്രിയരെ, ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ഹല്ലേലൂയ. കാന്തിയായിരിക്കുന്ന സഭ, മണവാട്ടിയാകുന്ന നാം ഓരോരുത്തരും പ്രൈസ് ദി ലോർഡ് ആ കർത്താവിന്റെ വരവിനായി ഓരോ നിമിഷങ്ങളും കാത്തിരിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ஆண்டவரின் രക്ഷകருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். 2-3 பேர் எங்க இருந்தாலும் அவர் மத்தியில் நான் உண்டு என் ஆண்டவர் சொன்னார் அல்லவா. நிச்சயமாகவே ஆண்டவர் நம்ம மத்திய வாசம் பண்ணி கொண்டிருக்கிறார். விசுவாசத்தோடு கூட தேவனை தொழுது கொள்ளும்படியாக உங்களை அனைவரையும் அன்போடு அழைக்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, ஒரு மலையாளம் பாடல் ஒன்றை பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை பாடி தேவனை மகிமைப்படுத்தும்படியாக உங்களை ഞാൻ അൻപോടെ അழைக்கிறேன். പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം നാസറനായ യേശു, സ്തുതിക്ക് യോഗ്യനായ ദൈവം നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ പാട്ടിലൂടെ ഒക്കെ ദൈവത്തെ എത്രമാത്രം നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ, ദൈവത്തെ നമുക്ക് എങ്ങനെയൊക്കെ ആരാധിക്കുവാൻ കഴിയുമോ പ്രിയരെ, നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. നമ്മെ ഒരു നാളും ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവം അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും കഷ്ടനേരങ്ങളിൽ, പ്രയാസ നേരങ്ങളിൽ, പ്രതികൂല നേരങ്ങളിൽ പ്രിയരെ, ആ കർത്താവിന്റെ സാന്നിധ്യം നാം എല്ലാവരും അനുഭവിക്കുന്നവരല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു പഴയ പാട്ടിന്റെ ചില ലൈനുകൾ പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കും എന്നോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ആരാധ്യൻ യേശുപരാ,
വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. പ്രിയരെ, നമുക്ക് കർത്താവിനോട് ചേർന്ന് പറയാം, അപ്പാ അങ്ങയുടെ പൊന്നുമുഖം ഞങ്ങൾക്ക് മതിയപ്പ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും ഞങ്ങളുടെ എല്ലാ ദുഃഖ നേരങ്ങളിലും അപ്പ അങ്ങയുടെ മുഖം മതിയപ്പ ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എന്നോട് ചേർന്ന് പാടുവാൻ കഴിയുമോ? കർത്താവേ, അങ്ങയുടെ സന്നിധി മതിയപ്പ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ അപ്പ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറ്റിത്തരണമേ എന്ന പ്രിയരെ, എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പറയുവാൻ, പാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആ ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹനുമനാഥൻ ഹല്ലേലൂയ കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ മകളെ, എൻ്റെ മകനെ, നിനക്ക് എന്താണ് ആവശ്യം? നിന്റെ പ്രയാസം എന്താ? നിന്റെ ദുഃഖം എന്താണ്? നിന്റെ പ്രതികൂലം എന്താണ്? നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നതെന്ന് ചോദിക്കുന്ന സ്തുതിക്ക് യോഗ്യനായൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നാം ആരാധിക്കുന്ന ദൈവം കല്ലോ കുറ്റിയോ ഇരുമ്പോ കളിമണ്ണോ ഒന്നുമല്ല പ്രിയരെ. നമ്മുടെ കർത്താവ് പ്രൈസ് ദി ലോർഡ് രാജാതി രാജാവായി നമ്മോട് കൂടെയുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, പാടാൻ. നമുക്ക് ഒരു ലൈൻ കൂടെ പാടി നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേരായി കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. അപ്പാ ഹല്ലേലൂയ. പൊന്നപ്പാ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങളൊന്ന് അടുത്ത് വരികയാണപ്പാ. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ പാദങ്ങളെ ഞങ്ങളൊന്ന് ചുംബിച്ചോട്ടെ. കർത്താവേ, എന്നോട് കൂടെ ചേർന്ന് പാടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കുകയാണപ്പാ. ഏതെങ്കിലും വിഷയത്തിൽ അവർ ഭാരപ്പെടുന്നവരാ, ദുഃഖിക്കുന്നവരാ, ഹല്ലേലൂയ കാണപ്പെടുന്നവെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് അവരോട് സംസാരിച്ചാട്ടെ. അങ്ങവരോട് സംസാരിച്ചാട്ടെ കർത്താവ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. പ്രിയരെ, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ വൈകിയ വേളയിൽ വചനവുമായി അടിയൻ കടന്നു വരുന്നു.
വചനം കേൾക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു തരികയാണ് കർത്താവെ. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം കർത്താവെ വചനത്തിലൂടെ അവർക്ക് വെളിപ്പെടുവാൻ, കർത്താവെ ഉണരുവാൻ എന്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. വചനം അങ്ങയുടേത്. വചനത്തിന് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, തൃപ്തികരമായി എല്ലാവർക്കും ആനന്ദകരമായി സന്തോഷത്തോടുകൂടെ ഏറ്റുകൊള്ളത്തക്കതാകെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയാൽ സകലരെയും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നാട്ടെ. അടിയനെ കൊടിയോളം താഴ്ത്തുന്നു. സകലത് ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം തന്നെ രൂത്തിന്റെ ശക്തമായ തീരുമാനം എന്നതിനെ കുറിച്ചാണ്. രൂത്തിന്റെ ശക്തമായ തീരുമാനം എന്ന ഒരു വിഷയത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഇത് ശ്രവിച്ചാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വേദപുസ്തകത്തിൽ അനേക സ്ത്രീ രത്നങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്ത്രീ രത്നങ്ങളുടെ ഒരു നിര തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും മറ്റും പറയുവാനോ വെളിപ്പെടുത്തുവാനോ നമുക്ക് സമയമില്ല. എന്നാൽ ഹല്ലേലൂയ, ചില വ്യക്തിത്വങ്ങളെ മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത വചന ധ്യാനത്തിലേക്ക് കിടക്കാം. ദൈവമായ കർത്താവ് സകലരെ അനുഗ്രഹിക്കട്ടെ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ അഡ്മിന്മാർക്കും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന കർത്തൃദാസിമാർ, കർത്തൃദാസന്മാർ, സഹോദരിമാർ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വിശുദ്ധ വേദ പുസ്തകത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, എസ്തേറിനെ കുറിച്ച് നാം കാണുന്നു. എസ്തേർ പേർഷ്യ രാജാവായിരുന്ന അഹശ്വേരോശ് രാജാവിന്റെ റാണിയായി കാണപ്പെട്ടു. മാത്രമല്ല താൻ യഹൂദ സ്ത്രീ. പിന്നെയും നാം എസ്തേറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നല്ലപോലെ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു താഴ്മയുള്ള ഒരു സ്വഭാവമാണ് എസ്തേറിൻ്റെത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ഹവ്വയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഹവ്വ, ഷി വാസ് ഇൻ ഫസ്റ്റ് വുമൺ ഇൻ ബൈബിൾ. ദൈവ ആലോചന അനുസരിക്കാത്ത സ്ത്രീയ. ഹവ്വയെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. മാത്രമല്ല തെറ്റായ തീരുമാനങ്ങളുടെ ഒരു പ്രതീകമാണ് ഹവ്വ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസബേലിനെ കുറിച്ച് പറയുമ്പോൾ പ്രിയരെ, യഹൂദ സ്ത്രീ, ബാലിന്റെ ആരാധിക, എന്നാൽ ആഹാബിന്റെ ഭാര്യ എന്നൊക്കെ നമുക്ക് അറിയുവാൻ കഴിയുന്നു. മാത്രമല്ല ലജ്ജയില്ലായ്മയുടെ പ്രതീകം എന്നാണ് അവളെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, അങ്ങനെ നമുക്ക് അനേക സ്ത്രീരത്നങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയരെ, നമുക്ക് പിന്നെയും നാം ചിന്തിക്കുകയാണെങ്കിൽ മാർത്ത, മറിയ, ഹന്ന, ഇങ്ങനെ ഒരു വലിയ നിര തന്നെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് അല്പമായി ചിന്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുവാനുള്ളത് രൂത്തിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആരായിരുന്നു, എവിടുന്നാണ് രൂത്തിന്റെ ഉത്ഭവം, എവിടെയാണ്, ഇതൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രൂത്തിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് വരുമ്പോൾ ഹല്ലേലൂയ, നമുക്കൊരു നല്ലൊരു കുടുംബത്തെ അവിടെ കാണുവാൻ കഴിയുന്നു. എലിമലേക്കിന്റെ കുടുംബമായത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 1 മുതൽ അതിന്റെ 1-2 വാക്യങ്ങളെ ഞാനൊന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. അവന് എലിമലേക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ന്യായാധിപന്മാർ, അതായത് ന്യായപാലനം നടത്തിയ കാലത്ത് ദേശത്തെങ്ങും ക്ഷാമമുണ്ടായി. അപ്പോൾ ഇവിടെ നിന്ന് ബേത്ലഹേമിൽ നിന്ന് ഒരു കുടുംബം മോവാബിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയരെ, മോവാബിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട കുടുംബം
കുടുംബം ആരാണെന്നറിയാമോ? എലിമലേക്കിന്റെ കുടുംബം. അത് എലിമലേക്ക് തന്റെ ഭാര്യ നവോമി, അതുപോലെ തന്നെ മകളോനും കില്ലിയോനും 2 കുഞ്ഞുങ്ങളടക്കം അവർ മോവാബിലേക്കാണ് കടന്നു പോകുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, മോവാബിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്കറിയാം ഇത് ലോത്തിന്റെ വംശപരമ്പരയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ മോവാബിനെ കുറിച്ച് നമുക്ക് പിന്നെയും ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് അറിയാമോ? മോവാബിനിക്ക് കഴുകുവാനുള്ള വട്ടക എന്നാണ്, എദോമിന്മേൽ ഞാനൊരു ചെരുപ്പ് എറിയും എന്നാണ് വചനത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇവർ മോവാബിലെത്തി. ചില നാളുകൾ കഴിഞ്ഞു. ആൺമക്കൾക്ക് 2 പേർക്കും വിവാഹം ചെയ്തു കൊടുത്തു. മോവാബിയ സ്ത്രീകളെ തന്നെ, രൂത്ത് എന്നും ഓർഫ എന്നും 2 പെൺമക്കൾ. ഹല്ലേലൂയ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇവിടെ എലിമലേക്ക് മരണമടയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ശേഷമായി 2 ആൺമക്കളും മരിക്കുകയുണ്ടായി. ഇപ്പോൾ 3 പുരുഷന്മാർ ആ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 3 സ്ത്രീകൾ അവശേഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ 3 സ്ത്രീകളും ആയിരിക്കുന്ന ഈ ഭവനത്തിൽ നവോമി പറയുകയാണ്, 2 പെൺമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇനിയും എനിക്ക് വയസ്സായി, ഇനി എനിക്ക് മക്കളൊന്നും ഉണ്ടാവുകയില്ല. എൻ്റെ 2 ആൺമക്കളും മരിച്ചുപോയി, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ 2 പേരും മടങ്ങിപ്പോകാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ചുരുക്കമായി പറയട്ടെ ദൈവമക്കളെ, ഓർഫ പെട്ടെന്ന് തന്നെ അമ്മാവിയമ്മയെ ചുംബിച്ച് അവൾ മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് രൂത്തിന്റെ ചരിത്രം നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, രൂത്തിന്റെ ചില സവിശേഷതകൾ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒന്നാമതായിട്ട് രൂത്തിന്റെ സവിശേഷത പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. രൂത്ത് പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. രൂത്ത് പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. പ്രിയരെ, നമുക്കൊരു കാര്യം ചിന്തിക്കുവാനുള്ളത്, ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയില്ല, പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? അനുഭവമുള്ള ദൈവമക്കൾ ചേർന്നൊരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ നിന്നുള്ള അത്ഭുത പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ നാം എല്ലാവരും വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടി നാം ആയിരുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്കൊരു ദൂത് ഞാൻ പറയാം. ദൈവ പൈതലേ, ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കുവാനുള്ളത് മോവാബിൽ കിടക്കുവാനുള്ള വ്യക്തികളല്ല. ആമേൻ, ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, മോവാബിന്റെ അനുഭവത്തിലല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. പിന്നെയോ പ്രൈസ് ദി ലോർഡ്, നവോമിയാകുന്ന പരിശുദ്ധാത്മാവിലേക്കാണ് കടന്നു ചെല്ലേണ്ടുന്നത്. പ്രിയ ദൈവജനമേ, നവോമി എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെയാണ് കുറിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നവോമിയോട് പറ്റിച്ചേരുന്ന രൂത്തിനെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, ഈ മൂത്ത മകൾ അല്ലെങ്കിൽ ഓർഫ തന്നെ വിട്ടിട്ട് പോയി, അമ്മാവിയമ്മയെ വിട്ടു പോയി. എന്നാൽ രൂത്തോ, പ്രൈസ് ദി ലോർഡ്, അമ്മാവിയമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, രൂത്തിനെ പോലെ, രൂത്തിന് ഈ ദൈവ ഭവനത്തിൽ അഥവാ ഈ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ വന്നപ്പോൾ ആ രൂത്ത് ദൈവത്തെ അറിയുവാനിടയായി. രൂത്തിന് ദൈവത്തിനൊരു വലിയ വിശ്വാസമാണ് ഉണ്ടായത്. ഹല്ലേലൂയ. ആകയാൽ ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, പൂർണ്ണമായും രൂത്തിനെ പോലെ നാം ദൈവത്തിൽ വിശ്വാസമുള്ളവരായി മാറണം. രണ്ടാമതായിട്ട് രൂത്തിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ, രൂത്ത് ശക്തമായ ഒരു തീരുമാനത്തിന്റെ ഉടമയായിരുന്നു. രൂത്തിന് ഹല്ലേലൂയ ശക്തമായ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-18 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു.
അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ അമ്മാവിയമ്മ വളരെ ശക്തമായി രണ്ട് പെൺമക്കളോടും പറയുക, മക്കളെ, നിങ്ങളുടെ ഭാവി നിങ്ങൾ തൊലയ്ക്കേണ്ട. ഞാൻ വയസ്സായില്ലേ, എന്റെ കൂടെ എന്തിനാ നിങ്ങൾ വരുന്നത്? നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ കുഞ്ഞുങ്ങളെ, എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള വഴി നോക്ക് എന്ന് പറഞ്ഞ് അമ്മാവിയമ്മ ഈ മരുമക്കളെ പറഞ്ഞു വിടുവാൻ ശ്രമിക്കുമ്പോ ശക്തമായ തീരുമാനമെടുക്കുന്ന ഹല്ലേലൂയ രൂത്തിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? മരണത്താൽ അല്ലാതെ നമ്മളെ തമ്മിൽ വേർപിരിക്കുകയില്ല, ഞാൻ നിന്നെ വിട്ട് പിരികയില്ല. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ പാർക്കുന്നിടത്തൊക്കെയും ഞാനും പാർക്കും എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ഇവിടെ അമ്മാവിയമ്മ ഉപേക്ഷിച്ചു പോകുവാൻ പറഞ്ഞിട്ടും തന്നോട് പറ്റി നിൽക്കുന്ന ഒരു മരുമകളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവൾ ആണിത്തരമായി ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവൾ പറയുക, എന്താ പറഞ്ഞതറിയാമോ? മരണത്തിനല്ലാതെ നമ്മളെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇതായിരുന്നു രൂത്തിന്റെ ഉറച്ച തീരുമാനം. പല കുടുംബങ്ങളിലും സഹോദരിമാർ, സ്ത്രീകൾ എന്ന് പറയുന്നവർക്ക് നല്ല തീരുമാനമെടുക്കുവാൻ കഴിവില്ലാതെ പോകുന്നത് കൊണ്ട് കുടുംബം ഛിന്നഭിന്നമാകുന്നത് കാണുവാൻ കഴിയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തീരുമാനങ്ങൾക്കുടമയാകണം. അതാണ് പ്രൈസ് ദി ലോർഡ് അനുഗ്രഹം. അങ്ങനെ നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ച തീരുമാനമായിരിക്കണം. അത് ദൈവത്തിനും പ്രയോജനപ്പെടണം, ദൈവഹിതമായിരിക്കണം. നാം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങൾക്ക് നാം വഴിയൊരുക്കരുതേ എന്ന് ഇന്ന് പകൽക്കാലം സഹോദരിമാരോട് എനിക്ക് പറയുവാനുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രൂത്ത് ശക്തമായ ഉറച്ച തീരുമാനമെടുത്തു, നിന്നെ ഞാൻ വിട്ടു പിരികയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രൂത്തിന് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാമായിരുന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രൂത്ത് മറ്റൊരു വിവാഹം കഴിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് പോകാമായിരുന്നു. അവൾക്ക് അവളുടെ ജീവിതം അവൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ അവൾ അത് ചെയ്തില്ല. ഹല്ലേലൂയ. അവൾ അത് ചെയ്തില്ല. പ്രിയരെ, അവൾ എന്താ ചെയ്തത്? അമ്മാവിയമ്മയോട് പറ്റിച്ചേരുന്ന ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മാവിയമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരുമകളെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. മൂന്നാമതായിട്ട് പ്രിയരെ, മറ്റൊരു ചിന്ത നമുക്ക് പങ്കുവെക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ രൂത്തിന് ത്യാഗസമ്പൂർണമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു രൂത്ത് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ത്യാഗസമ്പൂർണമായ ഒരു മനസ്സ്. 1:16-17 വാക്യങ്ങളെ വായിക്കുമ്പോൾ അവൾ പറയുകയാണ്, നിന്റെ ജനം എന്റെ ജനം, ഹല്ലേലൂയ, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്നെ ഞാൻ വിട്ടു പിരികയില്ല. മരണത്തിനല്ലാതെ ഹല്ലേലൂയ നമ്മളെ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് അവൾ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര മാത്രം ത്യാഗസമ്പൂർണമായ ഒരു മനസ്സാണ് അവൾക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. നാം പിന്നെയും വചനത്തിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാം മോശയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ മോശ ജനിച്ചത് മിസ്രൈമിലെ രാജകൊട്ടാരത്തിലാണ്. പ്രിയ ദൈവജനമേ, മിസ്രൈമിലെ രാജകൊട്ടാരത്തിലാണ് മോശ ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളുടെ വേദനകളും ദുഃഖങ്ങളും താൻ കണ്ടപ്പോൾ താൻ എന്താ ചെയ്തറിയാമോ? പ്രൈസ് ദി ലോർഡ്. മോശ മിസ്രൈമിലെ രാജകൊട്ടാരത്തിന്റെ വാഴ്ച വേണ്ടാന്ന് വെച്ച് താൻ അവിടെ വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു വലിയ ത്യാഗമാണ് മോശ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, എത്ര രാജകുമാരനായിട്ട് മിസ്രൈമിൽ കൊട്ടാരത്തിൽ വാഴ്ന്നുകൊണ്ടിരുന്ന മോശ പെട്ടെന്ന് തന്റെ ഹല്ലേലൂയ സഹോദരങ്ങൾ അഥവാ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ വേദനപ്പെടുന്നത് കണ്ടപ്പോൾ തന്റെ ഹൃദയം തകർന്നു. ആ കൊട്ടാരവാഴ്ച മതിയാക്കി താൻ അവിടുന്ന് പുറപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ നമുക്ക്
ശോഭനമായ ഒരു വാഴ്ച, ഒരു ജീവിതം ഈ രൂത്തിന് ചെയ്യാമായിരുന്നു. പക്ഷേ രൂത്ത് അത് ചെയ്തില്ല. രൂത്ത് എന്താ ചെയ്തറിയാമോ? തന്റെ അമ്മാവിയമ്മയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ലോർഡ്. ഇന്നത്തെ കാലത്തെ സഹോദരിമാരായിരുന്നെങ്കിൽ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, അമ്മ വേണം ഇങ്ങനെ നിന്നോട്ടെ, നമുക്ക് നമ്മുടെ വഴി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് ഞാനെന്തിനാ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്? എനിക്കിതിന്റെ ആവശ്യമുണ്ടോ? ആ അമ്മയുടെ ജീവിതമോ തകർന്നു, ഞാനെന്തിനാ, എനിക്കിനി ഒരു ജീവിതം ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും, ഞാനെന്തിനാ ഇങ്ങനെ കഴിയുന്നത് എന്ന് വിചാരിച്ച് ഇന്നത്തെ സഹോദരി തലമുറയാണെങ്കിൽ കടന്നുപോയേനെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രൂത്ത് അത് ചെയ്തില്ല. തന്റെ അമ്മാവിയമ്മയോട് പറ്റിച്ചേരുന്ന ഒരവസ്ഥയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു സ്റ്റോറി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ത്യാഗസമ്പൂർണമായ ഒരു നല്ല ശമരിയക്കാരനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ത്യാഗസമ്പൂർണമായ മനസ്സിന് ഉടമയായ ഒരു ശമരിയക്കാരൻ. നമുക്കത് എന്താണ് നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ. അതിന് 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവനെ വസ്ത്രമടിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് മാറി കടന്നപ്പോയി. അവനെ അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്ത് എത്തി. അവനെ കണ്ടിട്ട് മാറി കടന്നപ്പോയി. ഒരു ശമരിയക്കാരനോ വഴി പോകുകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്നു അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്രം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്, പല ആവർത്തികൾ നാം കേട്ടിട്ടുള്ളതുമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് കടന്നപ്പോയി. യെരുശലേം ദൈവത്തിന്റെ, അതായത് യെരുശലേമിൽ നിന്ന് കള്ളന്മാരുടെ ഗുഹ എന്നറിയപ്പെടുന്ന യെരിഹോവിലേക്കാണ് കടന്നുപോയത്. എന്താ സംഭവിച്ചത്? ചിലർ കൂടി ആ മനുഷ്യനെ അർത്ഥപ്രാണനാക്കി, അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ച് മുറിവേൽപ്പിച്ച് വഴിയോരത്തിൽ അവനെ വിട്ടിട്ട് കടന്നുപോയി. എന്നാൽ ആദ്യമായിട്ട് ഒരു പുരോഹിതൻ അതുവഴി കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, പുരോഹിതൻ വന്നിട്ട് താൻ ഒന്നും തന്നെ ചെയ്യാതെ, തന്നെ കണ്ടതുപോലെ നടിക്കാതെ അങ്ങനെ തന്നെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ഒരു ലേവ്യൻ കടന്നു വരുന്നു. ലേവ്യനും അത് തന്നെ ചെയ്തു. തന്നെ കുറിച്ച് ഒന്ന് ഭാരപ്പെടുകയോ എന്താ ഏതാണെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ വഴി തന്നെ കടന്നു പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് ഒരു ശമരിയക്കാരൻ കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ശമരിയക്കാരൻ എന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. തന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി, ഹല്ലേലൂയ, തന്റെ വാഹനത്തിൽ നിറങ്ങി അർത്ഥപ്രാണനായി കിടക്കുന്ന മുറിവേൽക്കപ്പെട്ടവനായ മനുഷ്യനെ കണ്ട് അവന്റെ അരികിൽ ചെന്ന് അവനെ കോരിയെടുത്ത് അവന്റെ വാഹനത്തിൽ ഇരുത്തിക്കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നോക്കണം ദൈവമക്കളെ, അവൻ ആവശ്യമാകുന്ന അവന്റെ എല്ലാ ഫെസിലിറ്റീസും എന്ന് പറഞ്ഞാൽ അവന്റെ മുറിവുകളെല്ലാം കഴുകി മരുന്നെല്ലാം വെച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവജനമേ, എണ്ണയും വീഞ്ഞും പകർന്നു അവന്റെ മുറിവുകളെ കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുറിവുകളെ കെട്ടി അവൻ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. വഴിയമ്പലക്കാരൻ ആ സത്ര ഉടമയെ കണ്ടിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇവനെ ഞാനിവിടെ വിട്ടിട്ട് ആ സത്ര ഉടമയുടെ അരികിൽ ഇരുന്ന് ഒരു രാത്രി അവൻ രാപ്പാർത്തതിന് ശേഷമായി അതിരാവിലെ എഴുന്നേറ്റ് ശമരിയക്കാരൻ കടന്നു പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സത്ര ഉടമയുടെ കയ്യിൽ 2 വെള്ളിക്കാശ് എടുത്തു കൊടുത്തിട്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവജനമേ, ഹല്ലേലൂയ, ഇങ്ങനെ പറയുകയാണ്, ഇവന് വേണ്ടി അധികമായി നിങ്ങൾ ചെലവിട്ടാൽ ഞാൻ വരുമ്പോൾ, ഞാൻ തിരികെ വരുമ്പോൾ ഞാൻ അത് തന്നുകൊള്ളാം എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സത്രം ഉടമ അവിടുന്ന് സത്രം ഉടമയുടെ കയ്യിൽ ഇവനെ ഏൽപ്പിച്ചിട്ട് ആ ശമരിയക്കാരൻ കടന്നു പോകുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. ആ ശമരിയക്കാരൻ കൊടുത്തത് 2 വെള്ളിക്കാശ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ വെള്ളിക്കാശ് എന്ന് നാം ചിന്തിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ ഒരു വ്യാഖ്യാനം അതിനെ കൊടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന പുതിയ പഴയ നിയമവും പുതിയ നിയമവും എന്ന് പറയപ്പെടുന്ന ഈ ഇതാണ് 2 വെള്ളിക്കാശ്. ഈ പുസ്തകത്തിൽ
അടങ്ങിയിരിക്കുന്നതല്ലാതെ ലോക ചരിത്രത്തിൽ ആർക്കെങ്കിലും അധികമായി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? ദൈവജനമേ, ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. മറിച്ച് ആരെങ്കിലും അതിനേക്കാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമായി, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പ്രതിഫലം തന്നുകൊള്ളാം എന്നാണ് പറഞ്ഞത്. സ്നേഹിത, ഹല്ലേലൂയ. ആരാണ് ഈ സമരിയക്കാരൻ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ സമരിയക്കാരൻ? ഹല്ലേലൂയ, നസറേയനായ യേശു, നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം കൊടുപ്പാൻ എന്റെ കർത്താവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് നാം ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എണ്ണി 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 നമുക്ക്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് അതിന് പ്രതിഫലം ഉണ്ട് പ്രിയരെ. നാം ഈ ലോകത്തിൽ സഹിക്കുന്ന പങ്കപ്പാടുകളും കഷ്ടങ്ങളും ഒന്നും വൃഥാവാകുകയില്ല. കർത്താവ് ഒരു നാൾ, പ്രൈസ് ദി ലോർഡ്, കണക്ക് നോക്കി നമുക്കതിന് തക്കതായ പ്രതിഫലം തരുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, അതാണ് നല്ല സമരിയക്കാരൻ. ഞാനൊരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം ഒന്ന് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നിങ്ങൾക്ക് പഴയ ഗാനമായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനത്തിന്റെ ഒരു ലൈൻ മാത്രം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു കണ്ണിനും ദയത്തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലെന്ന്, ഒരു കണ്ണിനും ദയത്തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിൽ ഇന്ന് കിടന്നുഴലും നേരത്തു വന്നെ കരകയറ്റിയ നായക എൻ യേശുവേ, കരകയറ്റിയ നായക. പാടുവാനെനിക്കില്ല നിശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം, പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടുവാനെനിക്കില്ല നിശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാപത്താൽ മുറിവേറ്റ് വഴിയരികിൽ ഞാൻ ആരും അറിയാതെ കിടന്നപ്പോൾ, പാപത്താൽ മുറിവേറ്റ് വഴിയരികിൽ ഞാൻ ആരും അറിയാതെ കിടന്നപ്പോൾ താങ്ങിയെടുത്തെന്നെ താലോലിച്ച് ആലംബമേകിയോനേ എൻ യേശുവേ, ആനന്ദദായകനേ. പാടുവാനെനിക്കില്ല നിശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെ പലപ്പോഴും ഉപദ്രവിച്ച് നാം മുറിവേറ്റവരായി, ആരും ആദരവില്ല എന്ന്, നമ്മളെ ആരും സ്നേഹിക്കുവാൻ ഇല്ല എന്ന്, നമ്മെ ആരും കരുതുവാൻ ഇല്ല എന്ന് ചിന്തിക്കുന്ന വേളയിൽ, സ്നേഹിത, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ കരുതുന്ന ഒരു പിതാവുണ്ട്. ഏത് നേരവും മകനേ മകളേ എന്ന് വിളിക്കുന്ന ഒരു അരുമനാഥൻ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നല്ല സമരിയക്കാരനായി അർത്ഥപ്രാണനായ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, വായിച്ച ഭാഗത്തേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് കടന്നു വരാം. അമ്മാവി അമ്മയ്ക്കായി സകല ത്യാഗവും സഹിക്കുന്ന
ഒരു മരുമകൾ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, എത്ര പേർക്ക് രൂത്തിനെ പോലെ, ഹല്ലേലൂയ, രൂത്തിനെ പോലെ നല്ല മരുമകളായി എത്ര പേർക്ക് ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നു? എത്ര പേരുണ്ട് ഹല്ലേലൂയ ഞാൻ രൂത്തിനെ പോലെ എന്ന് പറയുന്നവർ? എത്ര നല്ല, ഞാൻ നല്ല ഒരു മരുമകളാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ അമ്മാവിയമ്മേ, ഞാൻ എന്റെ പൊന്നു പോലെ നോക്കുന്ന ഒരു മകളാ ഞാൻ എന്ന് പറയുവാൻ സഹോദരിമാർ പലരും എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കഴിയുമോ? അമ്മാവിയമ്മ നമ്മുടെ ഹസ്ബൻഡിന്റെ അമ്മ നമ്മുടെ അമ്മയാ പ്രിയരെ. അമ്മാവിയമ്മ ഒരിക്കലും പറയരുത്, അത് നമ്മുടെ അമ്മയാ. അമ്മയായിട്ട് നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാവുകയുള്ളൂ, അവർ നമ്മളെ മകളായി കാണുകയുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ അമ്മാവിയമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്ന ആ ഒരു പ്രവണത നിർത്തിക്കൊണ്ട് അതിന്റെ കാരണം എന്താ എന്ന് നിങ്ങൾ ഇതെന്റെ അമ്മാവിയമ്മ എന്ന് പറയുന്നുവോ, അന്ന് തുടങ്ങും നിങ്ങളെ അവർ മരുമകളായി കാണുവാൻ. കറക്റ്റാണോ ദൈവമക്കളെ? ഇന്ന് ലോകം അങ്ങനെയാ. അതുകൊണ്ട് പല കുടുംബങ്ങളിൽ ഇന്ന് ചിത്രിപ്പുകൾ ഉണ്ടാകുന്നത്. അമ്മാവിയമ്മ പോരെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഒക്കെ തോറ്റുപോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതൊക്കെ പുറകിലാ. എന്നാൽ ചില കുടുംബങ്ങൾ, ഇന്നേക്ക് എത്രയോ കുടുംബങ്ങൾ ഛിന്നാഭിന്നമാകുന്നു. അമ്മാവിയമ്മ ഉള്ളിടത്ത് മരുമകൾ ഉണ്ടാവുകയില്ല, മരുമകൾ ഇരിക്കുന്നിടത്ത് അമ്മാവിയമ്മ ഉണ്ടാവുകയില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? എന്ന് നിങ്ങൾ വേർവിട്ട് കാണുന്നുവോ, അവിടെ തുടങ്ങും സ്നേഹക്കുറവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പല അമ്മാവിയമ്മമാർ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ മകന്റെ ഭാര്യയെ മകളായി കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്നത് എവിടെയാണെന്നറിയാമോ? എന്ന് നമ്മുടെ മരുമകളെന്ന മകന്റെ ഭാര്യയെ നിങ്ങൾ കാണുന്നുവോ, അവിടെ തുടങ്ങും സമാധാനം. ഹല്ലേലൂയ, കുറവ്. ഹല്ലേലൂയ. ആകയാൽ ഒരിക്കലും നാം നമ്മുടെ അമ്മാവിയമ്മ എന്ന് പറയരുത്. എന്റെ അമ്മച്ചിയാണെന്ന് പറ. അതിലെന്താ കുഴപ്പം? എന്ത് തേയ്മാനമാണ് സംഭവിക്കുന്നത്? ഇത് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ. എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് തൊട്ടടുത്തിരിപ്പുണ്ട്, അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനത് വ്യക്തമായിട്ട് പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നാട്ടിൽ ചെല്ലുന്നത് ഏതാണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ താമസിക്കുന്ന തമിഴ്നാട്ടിലാണ്. ഞാൻ നാട്ടിൽ ചെല്ലുന്നത് വർഷത്തിൽ ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുള്ളൂ. കാരണം ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരും. എന്നാൽ ഞാൻ ഇവിടുന്ന് എൻ്റെ അച്ചാച്ചൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ വീട്ടിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അച്ചാച്ചൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചി എന്നെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇന്നും അങ്ങനെ തന്നെയാണ്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, എന്നെ കൈ പിടിച്ച് ആ വീട്ടിലേക്ക് ഞാൻ കയറി വരുമ്പോൾ എൻ്റെ കൈ പിടിച്ച് ഷേക്കാൻ കൊടുത്ത് എൻ്റെ ഈ ചെള്ളയ്ക്കും ഇപ്പുറത്തെ ചെള്ളയ്ക്കും ഓരോ ഉമ്മ തന്ന എൻ്റെ അമ്മച്ചി എന്നെ ഇന്നും സ്വീകരിക്കുന്നത്. ഇത് പറയുന്നതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡ് അടുത്തിരിപ്പുണ്ട്, കേട്ടോണ്ടിരിക്കുക. ഇന്നും ഞാൻ ഭാഗ്യവതിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, എൻ്റെ വിവാഹം കഴിഞ്ഞ് 26ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. ഈ 26 വർഷവും ഞാൻ സത്യത്തിൽ ശരിക്കും എൻ്റെ വീട്ടിലൊന്നും ഞാൻ ചെയ്തിട്ടുള്ളവളല്ല. അതിനെൻ്റെ അമ്മച്ചി എന്നെ സമ്മതിച്ചിട്ടുമില്ല. എല്ലാം അമ്മച്ചി തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിനി ബൈ ചാൻസിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു സമ്മതിക്കില്ല. എല്ലാം അവർ തന്നെ ചെയ്യും. അങ്ങനെയാ. എന്നാൽ ഒരു കാര്യം പറയട്ടെ ദൈവമക്കളെ, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ അമ്മച്ചി എന്താ ചെയ്യുന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ തുടങ്ങും. എൻ്റെ സ്നേഹിതരെ, എൻ്റെ അമ്മച്ചി ഇപ്പോഴും ജീവനോടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മച്ചി എനിക്ക് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഞാൻ അവിടെ ഞാൻ ഇരിക്കുന്ന സമയം മുഴുവൻ, പ്രിയരെ ഒരു കാര്യം പറഞ്ഞ വേദപുസ്തകം മുഴുവൻ അറിയാം. അത്രയ്ക്കും വൈകാറിട്ടാണ് എൻ്റെ അമ്മച്ചി. കാരണം അമ്മച്ചി ഉറങ്ങുന്നത് ഞങ്ങളാരും കണ്ടിട്ടേ ഇല്ല. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദർശനമുള്ള ഒരു അമ്മച്ചിയാ, വെളിപ്പാടുള്ള അമ്മച്ചിയാ, ചുമ്മാതല്ല. അമ്മച്ചി പ്രാർത്ഥിക്കും, ദൈവം ദർശനം കാണിച്ചാൽ. ഇപ്പോൾ ഏതാണ്ട് വലിയ ലോങ് സൈസ് ബുക്ക് 3 ബുക്കിന് മേലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ആര് എവിടെ എപ്പോൾ കാണും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ അമ്മച്ചി അങ്ങനെ 3 ബുക്കോളം തീർത്ത് വെച്ചിരിക്കുക. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി പറഞ്ഞു, മോളെ 3 ബുക്ക് തീർന്നു.
ഇതൊക്കെ ഞാൻ മരിച്ചതിന് ശേഷം ഇതെല്ലാം കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ലോർഡ് ദൈവമക്കളെ. ഇത് മാത്രമല്ല, ഞാൻ ഒരു മാസത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ചെല്ലുമ്പോൾ അന്ന് ഞങ്ങൾ പോയിട്ടില്ല, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഈ റോഡിലാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ സ്നേഹിതരെ, എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ എൻ്റെ അമ്മച്ചി ഒരു വലിയൊരു പേപ്പർ മടക്കി എന്തോ അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അമ്മച്ചി പറഞ്ഞു മോടെ കൈ കൊണ്ടുപോയി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. നോക്കണം ദൈവമക്കളെ, ഇവിടെ എൻ്റെ ഹസ്ബൻഡ് അവിടുന്ന് അത് ഭദ്രമായി വീട്ടിൽ കൊണ്ടുവന്നു. എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല. ഇവിടെ ഈ റോഡിൽ വന്ന് എൻ്റെ വീട്ടിൽ, എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മച്ചി തന്നുവിട്ടതാ, ഇതെന്താ നോക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, വളരെയേറെ പ്രസംഗ വിഷയങ്ങളാണ് അതിൽ എഴുതിക്കുറിച്ചിരുന്നത്. ഞാൻ അത് നോക്കി എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒരുപാട് പ്രസംഗ വിഷയങ്ങളാണ്, അനേകം വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു മോളെ ഇത് വായിക്കണം, ഇത് വായിക്കണം, ഇങ്ങനെ വായിക്കണം, അങ്ങനെ വായിക്കണം എന്നെല്ലാം എഴുതി വെച്ച് ഞാൻ എൻ്റെ വലിയ മോനോട് പറഞ്ഞു, മോനെ അമ്മച്ചിയുടെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്നതാ, മോൻ്റെ ലാപ്ടോപ്പിൽ ഇത് സേവ് ചെയ്ത് വെച്ചോണം, കാരണം അമ്മച്ചി മരിച്ചാലും നമുക്കിത് കാണാൻ കഴിയും മോനെ എന്ന് ഞാൻ എൻ്റെ മകനോട് പറയുകയുണ്ടായി. സ്നേഹിതരെ, ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ഓരോ കുടുംബത്തിൻ്റെയും ഹാലലിയ കൺട്രോൾ വരുന്ന മകളുടെ കയ്യിലുമുണ്ട്, അമ്മാവിയമ്മയുടെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് ആ താളം നമ്മൾ തെറ്റിച്ചാൽ ജീവിതത്തിൽ നിരാശ മാത്രമായിരിക്കും, കുടുംബം സമാധാനം ഉണ്ടാവുകയില്ല. ഇന്ന് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ഉറച്ച തീരുമാനമെടുക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള താളപ്പിശകുകൾ, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ട്രാക്ക് അത് ഏത് തരത്തിലാ, എങ്ങോട്ടാ പോയതെന്ന് നാം ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ ഒരു പടി കൂടെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കുടുംബത്തെ ഒന്ന് അതായത് കർത്താവുള്ള ഒരു കുടുംബമായി, സന്തോഷമുള്ള കുടുംബമായി, സമാധാനമുള്ള ഒരു കുടുംബമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയരെ, നമുക്ക് പിന്നെയും വചനത്തിലേക്ക് കടന്നു വരാം. ഏതാനും ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ, ബോറടിപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. രൂത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു പോയിന്റ് കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. രൂത്ത് ഒന്നല്ല, രണ്ട് പോയിന്റ്, ചെറിയ 2 പോയിന്റ്. പ്രൈസ് ദി ലോർഡ്. രൂത്ത് കഠിനാധ്വാനിയായിരുന്നു. നോക്കണം, കഠിനാധ്വാനിയായിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നതാ മനസ്സിലാക്കിക്കൊള്ളണം പ്രിയരെ. അമ്മാവിയമ്മയുമായി താൻ ചുമ്മാതിരുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. താൻ എന്താ ചെയ്തറിയാമോ? താൻ ജോലി ചെയ്യുവാൻ തുടങ്ങി. മടിച്ചല്ല. രൂത്ത് എന്ന് പറയുന്ന ആ സഹോദരി, അല്ലെങ്കിൽ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ മടിച്ചിയല്ല. ഹല്ലേലൂയ. താൻ ജോലി ചെയ്യുമായിരുന്നു, കഠിനാധ്വാനി. പ്രൈസ് ദി ലോർഡ്. താൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. ചില കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ, ഭർത്താക്കന്മാർ ജോലിക്ക് പോകത്തില്ല. എന്ത് ചെയ്യുന്നറിയാമോ? ഭാര്യമാരുടെ അധ്വാനത്തിൽ നിന്നുകൊണ്ട് തിന്നുക, കുടിക്കുക, ആണെന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ ഭവനത്തിൽ ഭക്ഷിക്കും, കിടക്കും, ഉറങ്ങും, TV കാണും, അല്ലെങ്കിൽ മൊബൈൽ തോണ്ടും. ഇങ്ങനെയൊക്കെ ചില സഹോദരന്മാരെ കണ്ടിട്ടില്ലേ? അനേക കുടുംബങ്ങൾ ഇന്നേക്ക് അങ്ങനെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, സ്ത്രീകളെ ജോലിക്ക് വിട്ടിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന പുരുഷന്മാർ എത്രയോ പേരെ കാണുവാൻ കഴിയുന്നു. സ്നേഹിതരെ, ദൈവം അത് വെറുക്കുന്നു. എന്താണെന്നറിയാമോ? ദൈവത്തിന് ഇഷ്ടം നാം ഉത്സാഹിയായി കാണപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം ഗിദെയോനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മിദ്യാന്യ പട വന്നപ്പോഴും ഗിദെയോൻ എന്താ ചെയ്തുകൊണ്ടിരുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഗിദെയോൻ മുന്തിരിച്ചക്കിന് അരികിൽ നിന്നുകൊണ്ട് ഗോതമ്പ് താൻ പാറ്റിക്കൊണ്ടിരുന്നു. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഇവിടെ ഗിദെയോനെ വിളിക്കുന്ന എന്താണെന്നറിയാമോ? അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഗിദെയോനോട് പറയുകയാ, അല്ലയോ പരാക്രമശാലിയേ. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. പ്രതികൂലം ഭയങ്കരമാണ്. പ്രതികൂലം വന്നപ്പോഴും ഗിദെയോൻ മുന്തിരിച്ചക്കിന് അരികിൽ നിന്നുകൊണ്ട് തന്റെ അധ്വാന ഫലം നഷ്ടമാകാതിരിക്കുവാൻ താൻ അവിടെ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിന് ഇഷ്ടമായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നാൽ വിളിക്കുന്നത്, അല്ലയോ പരാക്രമശാലിയേ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹല്ലേലൂയ. മരുമകളോടൊത്ത് ബേത്ലഹേമിൽ നിന്നും വന്ന ഈ കുടുംബം, മരുമകളോടൊത്ത് മോവാബിൽ നിന്നും വന്ന ഈ ബേത്ലഹേമിലേക്ക് തിരിച്ചു വന്ന ഈ കുടുംബം ഇപ്പോൾ എന്താ മരുമകൾ ചെയ്യുന്നറിയാമോ? താൻ അതിരാവിലെ എഴുന്നേറ്റ് വയലിലേക്ക് പെറുക്കുവാനായിട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് കാണുവാൻ കഴിയുന്നത്. അധ്വാനിക്കണ്ടേ? ആഹാരം വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരുമകൾ
താൻ ഒരു വയലിലേക്ക് പോകുക, പെറുക്കുവാനായിട്ട് പോകുക. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ആ ജോലിയെല്ലാം കഴിഞ്ഞു മടങ്ങി വന്നു. സന്ധ്യയോടുകൂടി മടങ്ങി വന്ന മരുമകളോട് അമ്മാവിയമ്മ ചോദിക്കുന്നു, മകളെ മോളിന്ന് മകളെ പെറുക്കുവാൻ പോയല്ലോ, എവിടെയാ പെറുക്കുവാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ രൂത്ത് പറയുക. എന്താ പറഞ്ഞെന്നറിയാമോ? രൂത്ത് പറയുന്നു, അമ്മച്ചി ഇന്ന് ഞാൻ പോയത് ബോവസ് എന്ന് പറയുന്ന ഒരാളിന്റെ വയലിലാ പോയത്. പ്രൈസ് ദി ലോർഡ്. നവോമി പറയുന്നത് എന്താണെന്നറിയാമോ? മകളെ, അത് മറ്റാരുമല്ല, നമ്മുടെ ചാർച്ചക്കാരൻ ബോവസാണത്. നിന്നെ വീണ്ടെടുക്കുവാനുള്ള ബോവസാണ് മകളെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് എന്ന് അമ്മാവിയമ്മ ആ മകളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവജനമേ, ഹല്ലേലൂയ, മരുമകളെ നല്ല നിലയിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മാവിയമ്മയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ അമ്മാവിയമ്മയ്ക്ക് അങ്ങ് ചുമ്മാതിരുന്നാ പോരെ, ഇവളെ പോയി നമുക്കെന്താ, നമുക്ക് നമ്മുടെ വയറ് കഴിഞ്ഞാൽ പോരെ, ഇവള് എവിടെയെങ്കിലും ജോലിക്ക് പോകട്ടെ എന്ന് ചിന്തിക്കുകയല്ല ഇവിടെ നവോമി ചെയ്തത്. നവോമി എങ്ങനെയെങ്കിലും എൻ്റെ മകൾക്കൊരു ജീവിതം വേണമെന്ന് കാണുന്ന ഒരു നല്ല അമ്മാവിയമ്മയായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം ദൈവമക്കളെ, അമ്മാവിയമ്മ, ഹല്ലേലൂയ, അമ്മാവിയമ്മമാരോട് ഹല്ലേലൂയ ഞാനൊന്ന് ചോദിക്കട്ടെ, ഹല്ലേലൂയ, എത്ര പേർക്ക് തന്റെ മക്കളെ മരുമക്കളെ മക്കളായി സ്നേഹിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാൻ ഞാൻ കടന്നു വരട്ടെ. ഹല്ലേലൂയ. അവസാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ രൂത്ത് ഹല്ലേലൂയ അനുസരണമുള്ളവളായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുസരണമുള്ളവളായിരുന്നു. നല്ല ഒരു മരുമകൾ, ദൈവത്തെ സ്നേഹിക്കുന്നവൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മാവിയമ്മയോട് പറ്റിച്ചേർന്നവൾ, അമ്മാവിയമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ മാന്യത കൊടുക്കുന്ന ഒരു മകൾ എന്ന് തന്നെ പറയട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനമേ, അനുസരണമുള്ള ഒരു മകൾ, ആ മകളാണ് രൂത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, ഇത് പറയുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് എന്റെ ഓർമ്മയിൽ വരുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചു, അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ കൊടുത്തു. എന്നാൽ പ്രൈസ് ദി ലോർഡ് നോക്കണം, അബ്രഹാമിനെ വിളിച്ചപ്പോൾ തന്നെ അബ്രഹാം അനുസരണത്തോടുകൂടെ കാണപ്പെട്ടു. എന്നിട്ട് അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? നാളുകൾ കഴിഞ്ഞ് ഇസഹാക്കിനെ കൊടുത്ത് ദൈവം അബ്രഹാമിനോട് തന്നെ പറയുക, എനിക്ക് നിന്റെ മകനെ യാഗം കഴിക്കണം തരണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് അനുസരിക്കുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. മറിച്ചൊരു ചോദ്യം, അല്ലെങ്കിൽ എന്താ ദൈവമേ എനിക്കിങ്ങനെ തന്നിട്ട് നീ തിരിച്ചെടുക്കുകയാണോ എന്ന് ചോദിക്കുവാൻ അബ്രഹാമിന് മനസ്സുണ്ടായില്ല. അബ്രഹാം എന്താ ചെയ്തത്? അനുസരിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അബ്രഹാം ദൈവത്തെ അനുസരിച്ചപ്പോൾ അബ്രഹാമിന്റെ തലമുറ ഇസഹാക്കും ദൈവത്തെ അല്ലെങ്കിൽ ഇസഹാക്കും അനുസരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ, കയറി ബലിപീഠത്തിന്മേൽ കിടക്കുവാനായിട്ട് ഇസഹാക്കിനോട് അബ്രഹാം പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഒരു വാക്കുപോലും മറുത്തു പറയുവാൻ ഇസഹാക്കിന് മനസ്സുണ്ടായില്ല. കാരണം എന്താ? അനുസരണമുള്ള അപ്പന്റെ മകനാ. ഹല്ലേലൂയ. ഇസഹാക്ക് അനുസരിച്ചപ്പോൾ അബ്രഹാം അനുസരിച്ചപ്പോൾ ഇസഹാക്കും അനുസരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ള ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയോളം ഹല്ലേലൂയ അനുസരണമുള്ളവനായി കാണപ്പെടുന്നു. അങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് പിന്നെയും രൂത്തിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. രൂത്ത് തലമുറ പട്ടികയിൽ രൂത്തിന് സ്ഥാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോവാബ്യ സ്ത്രീ ആയിരിക്കുന്ന രൂത്തിന് ഹല്ലേലൂയ ഇവിടെ തലമുറ പട്ടികയിൽ സ്ഥാനമുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ദാവീദിന്റെ അപ്പൻ, ഇശായിയുടെ അപ്പൻ, ഒബേദിന്റെ അമ്മ രൂത്ത് എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായും നമുക്ക് ഈ രൂത്തിനെ കുറിച്ച് നാം പഠിച്ചുവല്ലോ, നാം ചിന്തിച്ചുവല്ലോ. ചിന്തിച്ച വേദഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞ് നമുക്കൊന്ന് ചിന്തിച്ചതിന് ശേഷമായി നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, രൂത്ത് പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൾ ഏറ്റുകൊണ്ട സത്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൾ അറിഞ്ഞ സത്യത്തെ അവൾ മുറുകെ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് രൂത്ത് പൂർണ്ണമായും ദൈവത്തിൽ
വിശ്വസിച്ചു. രണ്ടാമതായിട്ട് പ്രിയരെ, രൂത്ത് ശക്തമായ തീരുമാനം, ഉറച്ച തീരുമാനത്തിന്റെ ഉടമയായിരുന്നു. അവളുടെ തീരുമാനത്തിൽ നിന്ന് അമ്മാവി അമ്മയ്ക്ക് അവളെ പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, അങ്ങനെ തന്നെ വേണം സഹോദരിമാർ. പലരും വരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബ ജീവിതത്തില്. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു തെറ്റലുകളോ ഒരു മുട്ടലുകളോ ഒരു പ്രശ്നമോ ഉണ്ടാകാതിരിക്കണമെങ്കിൽ സഹോദരിമാരെ, നാം കടന്നു ചെല്ലുന്ന ഭവനം സ്വർഗീയ ഭവനമായി മാറണം. അത് നമ്മുടെ കയ്യിലാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ കയ്യിലാ. നാം കടന്നു ചെല്ലുന്ന ഭവനം അത് അനുഗ്രഹമേറിയ ഭവനമായി തീരണമെങ്കിൽ സഹോദരിമാർ, ആ വീട്ടിലുള്ള ചിലപ്പോൾ ഒരു പക്ഷേ നാത്തൂന്മാരുണ്ടായിരിക്കാം, ആ വീട്ടിൽ അനിയന്മാരുണ്ടായിരിക്കാം, ചേട്ടന്മാരുണ്ടായിരിക്കാം, അമ്മാവി അച്ഛനുണ്ടായിരിക്കാം, അമ്മാവി അമ്മയുണ്ടായിരിക്കാം. ഇതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ ആ കുടുംബത്തിൽ നാം ചെന്ന് കയറുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മുടേതായ ചട്ടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഓരോ കുടുംബത്തിനും ഓരോ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മളും ആ കുടുംബത്തോട് ചേർന്ന് നമ്മൾ നിന്നുകൊണ്ട് ആ കുടുംബത്തെ പ്രൈസ് ദി ലോർഡ് കെട്ടിപ്പടുക്കുവാനായിട്ട്, ആ കുടുംബത്തെ നമ്മൾ പ്രൈസ് ദി ലോർഡ് ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് മരുമക്കളായിരിക്കുന്ന എല്ലാ സഹോദരിമാരും ശ്രമിക്കണം. അല്ലാതെ ഭർത്താവിന്റെ 2 ദിവസം ഒരാഴ്ച കഴിഞ്ഞ ഉടനെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോകുന്ന ആ സ്വഭാവമൊക്കെ മാറ്റിവെച്ചിട്ട്, ഹല്ലേലൂയ, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റല്ലേ സഹോദരിമാരെ? പ്രൈസ് ദി ലോർഡ്. പെറ്റി വളർത്തിയ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാവും? മകനെ കുറിച്ചുള്ള ഭാരമില്ലേ? ആ മകനോട് സ്നേഹമില്ലേ? അങ്ങനെയല്ലേ ഇന്നേക്ക് അനേക കുടുംബങ്ങളിൽ കാണപ്പെടുന്നത് സഹോദരിമാരെ? പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഭർത്താവിന്റെ അമ്മ നമ്മുടെ അമ്മയാണെന്ന് കരുതിക്കൊണ്ട് രൂത്തിനെ പോലെ അമ്മാവി അമ്മയോട് പറ്റിച്ചേരുന്ന ഒരു സ്വഭാവം ദൈവം നമുക്ക് തരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് രൂത്തിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, രൂത്ത് പരിശുദ്ധാത്മാവിനെ കുറിക്കുക. സ്നേഹിത സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഇവിടെ രൂത്തിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, രൂത്തിനെ കുറിച്ചല്ല നവോമിയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, നവോമി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിക്കുക. ഇവിടെ രൂത്ത് നവോമിയോടാണ് പറ്റിച്ചേരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാം ഓരോരുത്തരും പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയിൽ നാം നിറഞ്ഞു നിൽക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അങ്ങനെയുള്ള ഒരു ആത്മീക ജീവിതമാണ് നാം നയിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അടുത്തായിട്ട് നമുക്ക് രൂത്തിനെ കുറിച്ച് നാം ചിന്തിച്ചപ്പോൾ ത്യാഗസമ്പൂർണമായ ഒരു ഹൃദയം, പ്രൈസ് ദി ലോർഡ്, ത്യാഗസമ്പൂർണമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു. തന്റെ ജീവിതം എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ചല്ല താൻ ചിന്തിച്ചത്. വയസ്സായ ഒരമ്മ അല്ലെങ്കിൽ പ്രായമുള്ള അമ്മ, എന്റെ ഭർത്താവിന്റെ അമ്മ കഷ്ടപ്പെടരുത്, അതാണ് അവൾ ചിന്തിച്ചത്. ആ അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ അവൾക്ക് ദൈവം ഒരു മനസ്സാ കൊടുത്തതല്ലേ? പ്രൈസ് ദി ലോർഡ്. അത് വലിയ ത്യാഗം തന്നെയാ. ഇന്നേക്ക് എത്ര പേർക്ക് അങ്ങനെ സാധിക്കുന്നു? ഇത് പറയുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു സംഭവമാണത്, കഥയല്ല. ഒരു മരുമകൾ എന്താണ് ചെയ്യുന്നറിയാമോ? ഒരു അമ്മാവിയമ്മ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്ത് ആ മരുമകൾ വെളിയിൽ നിന്ന് ജനൽ വഴി കമ്പെടുത്ത് വെച്ച് കുത്തുന്ന ഒരു സന്ദർഭമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. മരുമകൾ ചെയ്തത് എന്താണെന്നറിയാമോ? നീളമുള്ള ഒരു കമ്പെടുത്ത് വെച്ച് അമ്മാവിയമ്മയെ കുത്തുക. വെളിയിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുക. തളർന്നു കിടക്കുന്ന അമ്മാവിയമ്മ, എഴുന്നേൽക്കുവാൻ വയ്യാത്ത അമ്മാവിയമ്മ എന്ത് ചെയ്യും? ഹല്ലേലൂയ. എത്രയോ സഹോദരിമാരെ എത്രയോ പേർ ഉപദ്രവിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇതെല്ലാം മാറ്റിവെച്ചിട്ട് പ്രൈസ് ദി ലോർഡ്, ദൈവ മക്കൾക്ക് ഇതൊന്നും യോജിച്ചതല്ല എന്നത് നാം അറിഞ്ഞുകൊണ്ട് ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നാം രൂത്തിനെ കുറിച്ച് ചിന്തിച്ചത്, താൻ കഠിനാധ്വാനിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതൊന്നും അല്ല ആ രൂത്തിനുണ്ടായിരുന്നത്. ഹല്ലേലൂയ. തന്റെ കുടുംബം അത് സമ്പൽ സമൃദ്ധിയിലേക്ക് വരണം. അതിനുവേണ്ടി താൻ എന്താ ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. താൻ അധ്വാനിയായി കാണപ്പെട്ടു. പ്രിയ ദൈവജനമേ, താൻ ചെന്നപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? ബോവസിന്റെ വയലിലേക്കാ. പ്രൈസ് ദി ലോർഡ്. തന്നെ വീണ്ടെടുക്കുന്നവനായ ബോവസിന്റെ വയലിലേക്കാ താൻ കടന്നു ചെന്നത്. ഹല്ലേലൂയ. സ്നേഹിതരെ, കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. രൂത്തിനെ വീണ്ടെടുക്കുവാൻ ഒരു ബോവസ് ഉണ്ടായെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന നാസറനായ യേശു നമ്മെ വീണ്ടെടുക്കുവാൻ പോകുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു രാജ്യത്തെ ഒരുക്കുന്നു. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ നാം ഓരോരുത്തരും പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവാകുന്ന ആ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിലേക്കാണ് നാം പ്രവേശിക്കേണ്ടത്. ഇപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന ഒരു നല്ല സന്ദർഭമാണ്. കർത്താവിലേക്കാ പറ്റിച്ചേരേണ്ടത്. കർത്താവിന്റെ വഴികളിലേക്കാണ് നാം കടന്നു പോകേണ്ടത്. ആകയാൽ ബോവസിലേക്ക് രൂത്ത് കടന്നുപോയെങ്കിൽ യേശു കർത്താവ് ആകുന്ന ആ കർത്താവിലേക്ക് നാം ഓരോരുത്തരും
കടന്നു പോകണം. അതിനുവേണ്ടിയാണ് നാമൊക്കെ ഈ പ്രയത്നിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇവിടെ രൂത്ത് കഠിനാധ്വാനിയായി കാണപ്പെട്ടു. പ്രിയമുള്ള ദൈവമക്കളെ, രൂത്ത് അനുസരണമുള്ളവളായി കാണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തിൽ അനുസരിക്കുവാൻ വേണ്ടിയാ താൻ കടന്നു വന്നത്. ഇത്രമാത്രം അനുസരണമുള്ള ഒരു മകളെ കാണുവാൻ കഴിയുമോ? സഹോദരിമാർ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, പ്രൈസ് ദി ലോർഡ്, നാം മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ടെങ്കിലേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് കീഴ്പ്പെടണം ഫസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭർത്താവിന് കീഴ്പ്പെടണം. നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ നാം സൗമ്യതയോടുകൂടി കടന്നു പോയെങ്കിൽ മാത്രമേ നമ്മെ മറ്റുള്ളവർ മാനിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് മാന്യത കിട്ടത്തില്ല. നാം അവിടെ ചെന്നിട്ട് നാം അവരോട് മൃഗീയമായി ഇടപെട്ടാൽ, അല്ലെങ്കിൽ നാം നമ്മുടേതായ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരും മാനിക്കുവാൻ കാണത്തില്ല. അതാണ് ഇന്നത്തെ ലോകം. അതുകൊണ്ട് ദൈവമക്കളെ, രൂത്തിന്റെ ഈ ഗുണാതിശയങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ആകയാൽ ഇവിടെ നാം ചിന്തിച്ചത് രൂത്തിന്റെ ശക്തമായ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയും ആത്മീക ജീവിതത്തിൽ ഉറച്ച തീരുമാനമെടുക്കണം. ഇന്ന് ഈ വചനം കേട്ട ദൈവമക്കൾ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനമെടുക്കുവാൻ കഴിയുമോ? എന്റെ കുടുംബ ജീവിതത്തിൽ ഇനിമേൽ ഞാൻ രൂത്തിനെ പോലെ തന്നെയാകും. രൂത്ത് തന്റെ അമ്മാവിയമ്മയോട് എങ്ങനെ ഇരുന്നുവോ അതുപോലെ തന്നെ ജീവിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രൂത്തിന്റെ ഗുണാതിശയങ്ങളെ നാം ഒന്ന് ഹല്ലേലൂയ ഫോളോ ചെയ്താൽ നമ്മുടെ കുടുംബ ജീവിതം സന്തോഷമായി മാറും. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഞാനിവിടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. ദൈവമായി കർത്താവ് ഈ വചനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ വൈകിയവേളയിൽ അപ്പാ രൂത്തിന്റെ ശക്തമായ ആ ഉറച്ച തീരുമാനത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കുവാനിടയായി. കർത്താവെ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ കർത്താവ് ഇതുപോലുള്ള പ്രശ്നങ്ങളോ ചിന്തിരിപ്പുകളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ എന്തെങ്കിലും ഏർപ്പെട്ടാൽ കർത്താവെ, ഇന്ന് തന്നെ അതിനൊരു മാറ്റം വരുത്തുവാൻ ഈ ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് മതിയായതാണ്. കർത്താവ് ഞങ്ങളോട് ഇടപെട്ടാട്ടെ. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചാട്ടെ. ഈ കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കർത്താവ് അവിടുത്തെ തങ്കച്ചോരയാൽ കർത്താവ് എല്ലാവരെയും കഴുകി കർത്താവ് മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്കായി സ്തോത്രം. വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. സകലവിധ നന്മകളാലും അപ്പച്ചൻ നിറയ്ക്കണമേ കർത്താവേ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇത്രയും സമയം ക്ഷമയോടുകൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ടുകൊണ്ടിരുന്ന എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ്, അതുപോലെ തന്നെ മറ്റ് ദൈവദാസി ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരോട് ഒന്ന് രണ്ട് വാക്കിലൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ചൊന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ക്ഷമയോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ അറിയിക്കുകയാണ്. ദൈവമക്കളെ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് അനുഗ്രഹിക്കപ്പെട്ട 7 വർഷം കൊണ്ട് നടന്നു വരുന്ന ഒരു ഓൺലൈൻ പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തു നിന്നും അകത്തു നിന്നും ഒക്കെയുള്ള അനേകരുടെ പ്രാർത്ഥനാവശ്യങ്ങൾ വരുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ അനേകർക്ക് പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ വിടുതലും ലഭിക്കുന്നു എന്നത് ഞാൻ അറിയിക്കട്ടെ. അതുപോലെ തന്നെ അനേകരുടെ സാക്ഷ്യങ്ങൾ നിരന്തരം കേൾക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളവർ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് ഞാൻ ഈ സമയം ഉറപ്പിക്കണം. മാത്രമല്ല ദൈവമക്കളെ, റോസ് ഫാമിലിക്ക് ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതുപോലെ തന്നെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സൂമുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ റീസെന്റ് ആയിട്ട് ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനലും കൂടെ റോസ് ഫാമിലി എന്ന നാമത്തിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദൈവമക്കൾ ധാരാളമായി ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. അതല്ലാത്ത പക്ഷം ഞങ്ങളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ ദൈവമക്കളെ. ആ ലിങ്കിൽ നിങ്ങൾ പ്രവേശിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ആകുക. കർത്താവ് വരുവോളും നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവമായി കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ, നമുക്ക് രൂത്തിന്റെ ശക്തമേറിയ
ആ ഉറച്ച തീരുമാനം നമുക്ക് എടുത്തുകൊണ്ട് അനുദിനം കർത്താവ് ഒരുവോളം കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.